അലിയ, ഇന്നത്തെ സ്ഥിതി എങ്ങനെയാ? ഉള്ള പോലെ പറയണം. ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരാൻ തികയോ? 5 റുപ്പീസാണ് കയ്യിലുള്ളത്. ഇന്നത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നാളെ ഒരു ലിറ്റർ അടിക്കാം. വഴിയിലിട്ട് തള്ളിക്കല്ലേ മച്ചമ്പി. ഈ ഗതി ആയോടാ സ്വാമിക്കുഴന്റെ? ട്രെയിനിങ്ങിന് വിളിക്കാൻ ഇനിയും താമസിച്ചാൽ നിന്നെ ഈ കണക്കിൽ ചങ്ങലൊക്കെ ഉണ്ട് വരുമല്ലോ. ഊരാതെ വേട്ടാ. വാ, ഒരു കൈ സഹായിക്ക്. ഓക്കെ മാൻ. എന്താ എന്തോ സോക്കട നിനക്ക്? പോവാ. എടാ എന്തോ നാടാ അവിടെ? എടാ നിന്നോടാ ചോദിച്ചത്. ഞാൻ ഈ കർക്കിടകത്തിനെ വലിച്ചൂരി കടലിലെറിയാൻ പറ്റുമോ നോക്കുകയായിരുന്നു. നല്ല കാര്യം, ഊരിക്കള. നിന്റെയൊക്കെ തന്തമാരും എന്നെ ഊരി കുറെ ഉണ്ടാക്കി. തന്തയ്ക്ക് പറയരുത്. പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഒരു തൊഴി വെച്ചെന്നാൽ എങ്ങനെ ഇഷ്ടം അറിയാം? അറിയാം, ഉളുക്കും. എന്നെയും കുഴപ്പമില്ല, എന്റെ മതം വരും. തേങ്ങാ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഈ മേളിലോട്ട് കെട്ടിപ്പോക്കുന്ന എന്തിനാ? താഴെയോ ആളില്ല. എന്റെ അമ്മാവാ, സീസണായി. ഇക്കൊല്ലെങ്കിലും കുറച്ച് മദാമുമാരെ സായിപ്പുമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണ പോലാകും. ഒരെത്തും പിടിയും കിട്ടുകയല്ല, അതെന്റെ പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം, ചീട്ട് കീറാനുള്ള സമയമായല്ലോ. എന്തുവാടാ പറഞ്ഞത്? അവനൊന്നും പറഞ്ഞില്ല, ഞാൻ കേട്ടടാ. കേൾക്കാനല്ല ഞാൻ പറഞ്ഞത്. വയറ് കായുമ്പോ നീ ഇങ്ങ് വരും, നിന്നെ ഞാൻ ഇന്ന് ഊട്ടിയേക്കാമടാ. വാകീറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ഇനി എങ്ങനെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വരാം ജപ്പാൻ ദൈവത്തിന്റെ അടുത്ത് ഞണ്ണാൻ. മോനെ നിന്നോടാ ഞാൻ പറഞ്ഞത്, വല്ലതും കഴിച്ചു പോകാം. ഞങ്ങൾ പുറത്തുനിന്ന് വല്ലതും കഴിച്ചോളാം.
9:30 മിനിറ്റ്സ് കാണാനുള്ളതാ. പുറത്തുനിന്ന് വല്ലതും കഴിക്കാം അല്ലേ? അച്ഛാ, ചീഫ് മിനിസ്റ്റർ വിളിക്കുകയാണെങ്കിൽ ഞാൻ പുറപ്പെട്ടുണ്ട്. സെക്രട്ടറി വെച്ച് കാണാന്ന് പറഞ്ഞേക്കോ. റൈറ്റ്? 7th ജനറൽ ബോഡിയുടെ മിനിറ്റ്സ് അപ്രൂവലിന് ശേഷം മാത്രം. എന്താടാ അസൂയ തോന്നുന്നുണ്ടോ അവന്റെ പോക്ക് കണ്ടിട്ട്? അവന്റെ പോക്കല്ല, ആ പുറകെ പോണവരുടെ പോക്ക. ഇന്ന് അവരുടെ 200-250 രൂപ പോക്ക. അവൻ ഒരു MLA ആവും. എടാ സ്വാമിക്കുഴന്തേ, ഓ ഈ പോലീസ് ഉദ്യോഗം ഒന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. 5 കൊല്ലം NCCയിൽ ആഞ്ഞ് ചവിട്ടിയത് എന്റെ ദേവേട്ട. ഐ വാസ് എ സീനിയർ അണ്ടർ ഓഫീസർ. യു നോ ദാറ്റ് മാൻ. അന്നേ എന്റെ ഉദ്ദേശം അധികാരത്തിന്റെ കാക്കിത്തൊപ്പി. സബ് ഇൻസ്പെക്ടർ രാമസ്വാമി ജീപ്പിന്റെ മുമ്പിൽ ഇടതുകാൽ വെളിയിലിട്ടുള്ള ഇരിപ്പ്. ജനം സബ് ഇൻസ്പെക്ടർ രാമസ്വാമിയെ കണ്ട് പേടിച്ചൊഴിഞ്ഞു മാറുന്നു. ഫാന്റാസ്റ്റിക്. അതിന് നിന്റെ ഈ സാവധാനം വിശ്രാമൊന്നും വേണ്ട. അടിനാവിക്ക് തൊഴിക്കാൻ അറിയണം. ആ പട്ടി ഏ? ആ പട്ടി ചേർത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ അറിയണം. മിനിമം ഒരു മീശയെങ്കിലും പിഴാൻ അറിയണം. നമ്മുടെ ഹെഡ് ഗോവിന്ദൻ പറയുന്ന മാതിരി ഇടിക്കുമ്പോ ഉടനെ പാടി വീഴാൻ പാടില്ല. ലാപ്പറം നോക്കി രണ്ടും പൊത്ത. എന്റെ അമ്മയുടെ സാരി അത്. വേണിയമ്മാളും എത്തിക്കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ ശകുനം നിർത്തും. ഞങ്ങളുടെ ഐശ്വര്യ ഈ സാരിയെ ദേവട്ട. നിന്റെ അമ്മാളിങ് എത്തിയില്ലല്ലോ. ഇപ്പൊ ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു. ഹോസ്റ്റൽ അടച്ചിട്ട് 4-5 ദിവസമായി. അവള് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല സർക്കിളിലുള്ള സകല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി. ഇന്ന് എത്തും എന്തായാലും. റവേ, നീ എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്തേക്കണം. പിന്നെ ഞാനൊരു പാവം നോൺ വെജിറ്റേറിയൻ ആണെന്നും രുക്മിണി എന്ന ഭാര്യയെ നഷ്ടപ്പെട്ടവരാണെന്നും രാത്രിയിൽ ഉറക്കം വരാൻ വേണ്ടി 1-2 സ്മാൾ അടിക്കുന്നവനാണെന്നും ഓക്കേ. ഇതിനെല്ലാം ഉപരി ഒരു പേയിങ് ഗസ്റ്റ് ആണെന്നും ഓസല്ലാന്ന് അവളെ ധരിപ്പിച്ചിരിക്കണം. അത് വേണോ? അത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാ പോരെ? പോരാ, ഒരണ്ണൻ എന്ന നിലയിൽ എന്റെ വെയിറ്റ് കുറയണ്ടെന്ന് കരുതിയാ. അണ്ണൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. ദേവൻ നായർ സിംഗപ്പൂർ ഇത്തിരി വെയിറ്റ് ഇട്ട് തന്നെ അമ്മാള് കാണണം. നോക്കിക്കോ, 2 ഡേയ്സിനുള്ളിൽ അവള് ദേവേട്ടനൊരു കക്ഷിയായി മാറും. വേണി കൃഷ്ണമൂർത്തി, BSc ഹോം സയൻസ്. ഗ്ലാസ് ടോസ്റ്റ് വേണേ സമ്മതിക്കാം, പെരിസ്റ്റോയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. ആട്ടയോ? എന്താ കാണത്തെന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചോ? ആട്ടോയിലെങ്കിൽ ആട്ടി പോകുമ്പോഴത്തേക്ക് മിനിസ്റ്റർ ഊട്ടിയിലെത്തിയിരിക്കും. ഹിരോഷ നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട്? ഗോൾ അടിച്ചല്ലോ. മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് മുഴുകിയേക്കണേ. ഇപ്പൊ തന്നെ ലേറ്റായി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും. അസംബ്ലിയിൽ ആന കയറിയത് പോലെ ആയി പോകും നിന്റെ ജീവിതം. ഹായ് ഹായ് ഫിഫി ഡാർലിംഗ്. ഹായ് സുധു ഡാർലിംഗ്. നാളെ ഫിഫിയുടെ ബർത്ത്ഡേ ആണ്. നീ വൈകിട്ട് വീട്ടിലെത്തണം. ബേക്കറി സാധനങ്ങളോ ചിക്കൻ പോർക്കലൈനോ ഡാർലിംഗ്? മെനു പറഞ്ഞാലേ വരത്തുള്ളൂ ഡാർലിംഗ്. ഒരു ആകാംക്ഷ ഉണ്ട് ചോദിച്ചതാ. എടാ നീ ഫ്രെഡിയെ കണ്ടോ? ജെട്ടിയും ബെന്നിയും വിട്ട് അപായ പലകയുടെ താഴെ ഇരിപ്പുണ്ട് ഫ്രെഡി ഡാർലിംഗ്. ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരും. ഞങ്ങൾ അവിടെ കാണത്തില്ല. അയ്യോ, കാണണമെന്നില്ല. ഞാൻ ഡാഡി പട്ടാളത്തിന് വളച്ച് 2 സ്മോൾ അടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോളാം. ഓക്കേ, വരേ. റെഡി? തിരയുന്ന ഞാനോടാ ലൈഫ് ഗാർഡ്. ശരിക്കും അത് തന്നെ അറ്റിട്ടോ. ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കണം. പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഞാനില്ല. അതെന്താ ഞാനില്ലാത്തത്? ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷർട്ടില്ല. പിന്നല്ലേ നിങ്ങൾ ആഷ് പുഷ് പാർട്ടിക്ക് വരുന്നത്? നിന്റെ ഈ വളിച്ച കോംപ്ലക്സ് കളയടാ. സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് കോഡേ. സത്യം എങ്ങനെ കോംപ്ലക്സ് ആകുന്നത്? നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. ഓടിച്ചടക്കാൻ മോട്ടോർ സൈക്കിള്, മാറി മാറി ഇടാൻ നല്ല ഡ്രസ്സുകള്, ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ഷാപ്പാട്, ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാട. എന്താ 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 ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത് മുറ്റത്തെ കിണർ നടപ്പില്ല. മുറ്റത്തെ കിണറിന്